അശോകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഈ അച്ഛൻ പുന്നപ്ര സ്വദേശി ബാബുവിന്റെ സുഹൃത്ത് കൂടിയാണ് അശോകൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അശോകൻ, താങ്കൾക്ക് ഈ വിവരമെല്ലാം അറിയാമെന്ന് മനസ്സിലാക്കുന്നു. താങ്കൾ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. താങ്കളുടെ വഴിയും ശ്രമം നടത്തി കാണുമല്ലോ, അല്ലെ? തീർച്ചയായും. എന്റെ പിന്തുണ എന്നിട്ട് ബാബു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ കോളേജിൽ. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ഈ ഒരു അറിഞ്ഞപ്പോലും വല്ലാത്ത ബാബു എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോ ഈ ഒരു മാസമായിട്ട് അതിനൊന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ലെന്നാ ബാബു പറഞ്ഞത്. മകൻ മരിച്ചിട്ട് ഒരു മാസമായിട്ടും മരിച്ചു എന്ന് പറയാൻ ഇപ്പോഴും മിസ്സിംഗ് ആണല്ലോ. അപ്പൊ അത് അങ്ങനെ ഒരു അവസ്ഥയില് ബാബു പറയുന്നത് ബന്ധപ്പെട്ടവർ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടും എല്ലാ പൊളിറ്റീഷ്യൻസിനൊക്കെ ഒരുപാട് പേരെ ബന്ധപ്പെട്ടു ബാബു. അതായത് സംസ്ഥാനത്തും അതെ കേന്ദ്രത്തിലും ഒക്കെ അതിൽ നിന്ന് ഒരു റെസ്പോൺസും കിട്ടിയിരുന്നില്ല, വേണ്ട പരിഗണന കിട്ടിയില്ല, അതിനുവേണ്ടി അന്വേഷിച്ചില്ല. അതെന്താണ് ഇപ്പൊ അതിന്റെ അൾട്ടിമേറ്റ്ലി അതിന്റെ ഫലം എന്താണ്, ഈ റീസൺ അങ്ങനെ പോലും ഒരു വിവരം കിട്ടിയിരുന്ന ബാബുവിന് വലിയ വിഷമമായി. അത് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവരും ചെയ്യേണ്ടവരും ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും തൃപ്തികരമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ബാബുവിനുള്ളത്. അത് വല്ലാത്ത വിഷമത്തിലാണ്. ബാബുവും വൈഫും ഒക്കെ വല്ലാത്ത വിഷമത്തിലാണ്. മകൻ നാളെ വരും എന്നുള്ള പ്രതീക്ഷയാണ് ബാബുവിന്റെ വൈഫ് പയ്യൻ വിഷ്ണുവിന്റെ അമ്മ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസത്തിൽ ആ ഒരു ധാരണയിലേക്കാണ് ഇപ്പോഴും. അടുത്ത ദിവസം മോൻ വരും എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ആയിപ്പോയി. ഞാനത് വീട്ടിലൊക്കെ പോയിരുന്നു, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതിൽ നിന്നൊരു ഏതായാലും ആളൊരു മാസമായി മിസ്സിംഗ് ആയിട്ട്. പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷണം എന്ത് സംഭവിച്ചു എന്നൊരു റിപ്പോർട്ടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ചുമതലപ്പെട്ടവർ അവിടെ നിന്ന് കിട്ടിയില്ല. പലരെയും ബാബു കോണ്ടാക്ട് ചെയ്തു എന്നെല്ലാം ബാബു പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം നിരാശയാണ് ഉണ്ടായത്. അവരതല്ലാത്ത സങ്കടമായിട്ടാണ്. ബാബുവിനും നാട്ടുകാർക്കൊക്കെ വലിയ ആശങ്ക ഉണ്ട് അക്കാര്യത്തില്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ വളരെ അടുത്ത സ്നേഹിതൻ എന്നുള്ള നിലയിൽ എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട് അതിനകത്ത്. വിഷ്ണുവുമായും വളരെ അശോകന് വിഷ്ണുവുമായും അടുപ്പമുള്ള ആളാണല്ലേ? വിഷ്ണുവുമായും ഒക്കെ നേരത്തെ തീർച്ചയായിട്ടും അടുപ്പമുണ്ട്. ഞങ്ങളുടെ കോളേജ് ഞങ്ങളുടെ 2-3 പ്രാവശ്യത്തെ വാർഷിക മീറ്റിംഗ് ഉണ്ട് ഞങ്ങളെല്ലാവരും സ്റ്റുഡൻസിലാണ്. അതൊക്കെ വിഷ്ണു ഉണ്ടായിരുന്നു. ഈ 3 പ്രാവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം വിഷ്ണുവിനെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു വല്ലാത്തൊരു ചുറ്റുപാടിലാണ് ഇപ്പോഴും ബാബുവിന്റെ. പക്ഷെ അത് ആർക്കും ഇത് പറഞ്ഞാൽ തീരാത്ത വിഷമം. അങ്ങനെ മിസ് ചെയ്യുക, നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഊഹിക്കാവുന്ന കാര്യമല്ലോ ഉള്ളൂ. എനിക്ക് മനസ്സിലാകുന്നത് ഈ 2 രാജ്യങ്ങളുടെ അതിർത്തി, അതായത് ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും അതിർത്തിയിൽ വെച്ചാണ് വിഷ്ണുവിനെ മിസ്സിംഗ് ആകുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് കുറച്ചുകൂടി ഇക്കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക. നമ്മുടെ ഒരു സിനിമാ രംഗത്തുള്ള മന്ത്രി തന്നെ കേന്ദ്രത്തിൽ സഹമന്ത്രിയായുള്ള ആളാണ്. അശോകന് സ്വാഭാവികമായിട്ട് അടുപ്പമൊക്കെ ഉണ്ടാകുമെന്ന് കരുതുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? സത്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സത്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് റെസ്പോൺസ് ഇവര് എന്താന്ന് കിട്ടിയിട്ടില്ല. അതാണ് അത് നമുക്ക് ഏറ്റവും വലിയൊരു വിഷമം. അതാണ് അത് ഇത്രയും ദിവസമായില്ലേ, ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് അതിനെക്കുറിച്ച് അന്വേഷണം വേണമല്ലോ. കാരണം ഇത്രയും ദൂരം ഒരു കടലിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ എങ്ങനെ മിസ്സായി, ഇതെന്ത് സംഭവിച്ചു, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ, അല്ലെ ഇനി അതല്ല കാല് വഴുതി ഇതിനകത്ത് വീണതാണോ? അങ്ങനെ വരാനൊന്നും വഴി സാധ്യത കുറവാണ്. അങ്ങനെ അത്ര അറിയാത്ത പ്രായമൊന്നും അല്ലല്ലോ. പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെയാണ് ദുരൂഹതയുള്ളത്. അതൊന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ്. അത് അന്വേഷിച്ച് റിപ്പോർട്ട്. ഇനിയിപ്പം ആളിനെ കിട്ടുന്ന ഒരിക്കലും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. നിർഭാഗ്യവശാൽ അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ സാധിക്കില്ല. കാരണം 1 മാസമായില്ല. കടലിലൂടല്ലേ ഇത്രയും ദൂരെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഒരു പേരൻസിന്റെ ഒക്കെ വേദന എന്തുമാത്രം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത്രയും ദൂരം നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടെന്ന് നോക്കാം. ഇത്രയും സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ ഈ ഭാഗത്തുള്ള കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത, എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഏരിയയാണ് അതെല്ലാം. അപ്പൊ ഇവരുടെ അത്രയും ദൂരം ഇവരുടെ ഒരു സങ്കടാവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആകാംക്ഷയും ടെൻഷനുമായിരിക്കും എന്നുള്ളത് നമുക്ക് കേൾക്കുന്നവർ കൂടി മനസ്സിലാകുന്ന കാര്യമാണ്. തീർച്ചയായും അത് വല്ലാത്തൊരവസ്ഥയാണത്. ഞങ്ങളും ന്യൂസ് 18-നും വിഷ്ണുവിന്റെ കുടുംബത്തിന് ഒപ്പമുണ്ട്, ബാബുവിനൊപ്പമുണ്ട്. താങ്കളും സ്ഥിരമായി കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. താങ്കളും വലിയ ആശ്വാസമാണ്. ഞങ്ങൾ ബാബുവായിട്ട് എപ്പോഴും ഈ സംഭവത്തിന് ശേഷം എപ്പോഴും നിരന്തരമായിട്ട് മിക്ക ദിവസങ്ങളും ഞങ്ങൾ പല പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ബാബുവിന് ഞങ്ങളുടെ കൂട്ടുകാര്, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം വലിയ ദുഃഖത്തിലാണ് അക്കാര്യത്തിൽ. ഞങ്ങള് എല്ലാവരും പ്രയാസത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണത്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാന്നുള്ളത്. വല്ലാതൊരു ആദിയായിപ്പോയി. ബാബുവിനും വൈഫിനും ഒക്കെ വല്ലാതെ ആദിയായിപ്പോയി. എന്താണെന്നുള്ളത് ആ മകന്റെ വസ്ത്രങ്ങളൊക്കെ അവർ തിരിച്ചേൽപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അതവിടുന്ന് എത്തിച്ചു. പക്ഷെ ആ വസ്ത്രം കണ്ടിട്ട് ബാബുവിന്റെ വൈഫ് ദിവസവും അവൻ നാളെ വരും, ഞാൻ തേച്ച് വെക്കട്ടെ, അലക്കി തേച്ച് വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് എല്ലാ ദിവസവും ഇരിക്കുന്നത്.
അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൊക്കെ മാറി, മനസ്സിലായോ? അപ്പൊ ആ മോൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലും അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് അതിന്റെ വൈഫ്, പയ്യന്റെ അമ്മ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടുകൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളല്ലോ. അതിന്റെ രീതി എന്ന് പറയാൻ ഊഹിക്കാവുന്നേ ഉള്ളൂ. നമുക്കും പ്രാർത്ഥിക്കാം അശോകൻ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് പരമാവധി ശ്രമിക്കാം. നമുക്കെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ഇവിടെ ബന്ധപ്പെട്ടവര് ഇതിനകത്ത് ഏറ്റവും ചെയ്യാൻ കഴിവും കപ്പാസിറ്റിയും അധികാരമുള്ള അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേറെ സാധിക്കില്ല, ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനുവേണ്ടി ശ്രമിച്ച് ഇങ്ങനെ വല്ലാത്തൊരു തീരാ ദുഃഖം ഇനിയിപ്പോ ആളിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടുവരണം എന്നുള്ളതല്ല പറയുന്നത്. അത് അങ്ങനെ വന്നാൽ ഏറ്റവും നല്ലത്, അങ്ങനെ വരട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ അതല്ല, ഇത്രയും ദിവസം കടലിൽ മിസ്സായപ്പോൾ നമുക്ക് ഊഹിക്കാം കുറെ. അപ്പൊ അതിൽ എന്താണ് ഇതിന്റെ റീസൺ, ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെയാണ് ഒരു അന്വേഷണം നിശ്ചയമായിട്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യം പുറത്തു വരിക എന്നുള്ളതാണ് അറിയേണ്ടത്. അത് മേലിലുള്ള ഇതുപോലുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ എത്രയോ ആൾക്കാരുണ്ട്, അവർക്കൊന്നും അച്ഛനമ്മമാർക്ക് അങ്ങനെ സംഭവിക്കരുത്. അതൊരു പാഠമായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അന്വേഷിച്ച് കാര്യങ്ങൾ പറയുക, അത് ഇന്നാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ റിപ്പോർട്ടിൽ കിട്ടി. ഇനി അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാൻ വഴിയുള്ളൂ. അത് കിട്ടുക എന്നുള്ളതാണ് ഇപ്പം ഒരാവശ്യം. അവർക്ക് കൂടുതൽ പ്രതീക്ഷ ഇനി ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം. അത് കിട്ടുക, അതിനെ പോലും അന്വേഷിക്കാൻ ഈ ബന്ധപ്പെട്ടവര് അത് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖകരമായിട്ട്. അതൊക്കെ ഈ വളരെ നിസ്സാരമായിട്ട് ഇവർക്കൊക്കെ ചെയ്യാവുന്നതല്ലേ ഉള്ളത്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക്, ഉത്തരവാദിത്തപ്പെട്ടവർക്ക്, ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാ പാർട്ടികളും ഒന്നിച്ചും ചില കാര്യങ്ങൾക്ക് ഇത് അവരെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ, അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ജനങ്ങൾക്കൊരു വിശ്വാസങ്ങൾ അതിൽ വേണ്ടേ? രാഷ്ട്രീയ ജനങ്ങളുടെ കാര്യത്തിൽ അവരല്ലേ കാര്യങ്ങളൊക്കെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുകയും പരിഹാരം ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പൊ അന്ന് വിശ്വാസം മനുഷ്യർ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മറ്റൊരാൾക്കും സ്ഥിരമായിട്ട് ഇങ്ങനെ വേറെ പല കാര്യങ്ങൾ സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ രത്താണി എന്ന് പറഞ്ഞാൽ അവര് മാത്രമേ ഉള്ളൂ. തീർച്ചയായും. നന്ദി അശോകൻ, താങ്കൾ ഞങ്ങളോട് ഇത്രയും സമയം ആ വിഷയത്തിൽ താങ്കൾ സംസാരിച്ചതിന്. ഏതായാലും താങ്കളും അവർക്കൊപ്പമുണ്ട് എന്നറിയുന്നതിൽ ആശ്വാസമുണ്ട്. താങ്കളെപ്പോലുള്ള പ്രമുഖരുടെ ആശ്വാസ വാക്കുകളും ഇടപെടലുമൊക്കെ അവർക്ക് വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശരണ്യ സ്നേഹജൻ ആ കുടുംബ